ശവസംസ്കാരത്തിനായി കല്ലറ തുറക്കുന്നു. ആ കല്ലറ തുറന്നപ്പോൾ അതിനകത്ത് കണ്ട കാഴ്ച നാട്ടുകാരെയും പള്ളിക്കാരെയും ഒന്നടങ്കം ഞെട്ടിച്ചു. വർഷങ്ങളായി പള്ളി സെമിത്തേരിയിൽ ഉണ്ടായിരുന്ന കല്ലറയിൽ അത് തുറന്നപ്പോൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ മൃതദേഹങ്ങൾ. ഇത് സാധാരണ ഒരു പിഴവായിരുന്നു, അതോ ഇനി വർഷങ്ങളായി മറിഞ്ഞു കിടക്കുന്ന മറ്റെന്തെങ്കിലും രഹസ്യങ്ങളാണോ? പോകാം നമുക്ക് കണ്ണൂർ വാണിയമ്പാറ ഇൻഫാന്റ് ജീസസ് പള്ളിയിലെ ദുരൂഹ കല്ലറയുടെ വേരുകൾ തേടി. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മെയ് 13 കണ്ണൂർ വാണിയമ്പാറയിലെ ഉണ്ണിമിശിഹ പള്ളിയിൽ ഒരു ശവസംസ്കാര ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 90-ന് മുകളിൽ ശവക്കല്ലറകളുള്ള ഒരു സെമിത്തേരി ആയിരുന്നു അത്. ഓരോ കല്ലറയ്ക്ക് മുകളിലും കൃത്യമായി നമ്പറുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 1 മുതൽ 90 വരെയുള്ള കല്ലറകളിൽ ശവശരീരങ്ങൾ അടക്കം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഒന്നിൽ നിന്നും തുടങ്ങും. ഒരു കല്ലറയിൽ അടക്കം ചെയ്ത് വീണ്ടും അതേ കല്ലറയിൽ മറ്റൊരു ശവശരീരം അടക്കം ചെയ്യാൻ ചുരുങ്ങിയത് ഒരു 8-9 വർഷങ്ങൾ എടുക്കും. അങ്ങനെ ജൂൺ 13-ന് 38-ാം നമ്പർ കല്ലറ തുറക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് ആ കല്ലറ തുറക്കുന്നത്. പള്ളിയിലെ സെമിത്തേരിയിൽ ജോലി ചെയ്യാൻ പ്രത്യേകം ആളുകളൊക്കെ ഉണ്ട്. കൃത്യമായി ശവശരീരം അടക്കം ചെയ്യാനും മുമ്പ് അടക്കം ചെയ്ത ശവശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനും നല്ല രീതിയിൽ പരിചയ സമ്പന്നരായിരുന്നു അവർ. വർഷങ്ങൾക്ക് ശേഷം 38-ാം നമ്പർ കല്ലറ തുറക്കുകയാണ്. അതിനകത്താണ് 13-ാം തീയതി മരിച്ച വ്യക്തിയെ അടക്കം ചെയ്യുന്നത്. പള്ളി സെമിത്തേരിയിൽ വർക്ക് ചെയ്യുന്നവരും പള്ളിയിലെ കയ്യാളും കൂടി ആ കല്ലറ 38-ാം നമ്പർ കല്ലറ തുറക്കുകയാണ്. അവർ ആ കല്ലറ തുറന്നപ്പോൾ കണ്ട കാഴ്ച വല്ലാത്തൊരു ഭീകര കാഴ്ചയായിരുന്നു. അതിലെ കയ്യാൾ നേരെ പള്ളി വികാരി അച്ഛന്റെ അടുത്തേക്ക് ഓടി. 2015 ജെയ്സൺ എന്നൊരു വ്യക്തിയെയും അതിനു മുന്നേ 2006 മറിയാമ്മ എന്നൊരു സ്ത്രീയെയുമാണ് ആ കല്ലറയിൽ അടക്കം ചെയ്തിട്ടുള്ളത്. ശവക്കല്ലറയിൽ അടക്കം ചെയ്ത മൃതദേഹങ്ങൾ തമ്മിൽ 8-9 വർഷത്തെ ഗ്യാപ്പുമുണ്ട്. ഒരു ശവശരീരം 3/4 ഭാഗവും ഡീകമ്പോസ്ഡ് ആവാൻ ഈ ഒരു ടൈം ധാരാളമായിരുന്നു. അന്നത്തെ പള്ളി വികാരിയായിരുന്ന ജിൽബർട്ട് അച്ഛനെ വിളിച്ചു വരുത്തിക്കൊണ്ട് അവർ കല്ലറയ്ക്ക് മുന്നിലേക്ക് എത്തി. വളരെ സംശയാസ്പദമായ കാഴ്ച. 9 വർഷങ്ങൾക്ക് ശേഷം ആ കല്ലറ തുറന്നപ്പോൾ അവർ കണ്ടത് 2 മൃതദേഹങ്ങൾ തൊട്ടടുത്തായി കിടക്കുന്നു. രണ്ടും ഏകദേശം ദ്രവിച്ചു തീർന്നിരുന്നു. അതിൽ ഒരു ശരീരം പ്ലാസ്റ്റിക് പായ കൊണ്ട് വലിച്ചു മുറുക്കി 2 അറ്റത്തും കയറ് കെട്ടിയിട്ടുണ്ട്. ഈ വാർത്ത നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ പ്രദേശത്തെ പലരിലേക്കും എത്തി. ആളുകളുടെ തിക്കും തിരക്കും കൂടിയപ്പോൾ പള്ളി വികാരി കല്ലറ അടയ്ക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ കല്ലറ അടച്ചുകൊണ്ട് 13-ാം തീയതി മരണപ്പെട്ട വ്യക്തിയെ മറ്റൊരു കല്ലറയിലേക്ക് അടക്കം ചെയ്തു. എന്നാൽ പള്ളിയിലെ ഫാദറിന് ആ 2 ശവശരീരങ്ങൾക്ക് പിന്നിലുള്ള സത്യാവസ്ഥ അറിയണമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. തന്റെ സംശയങ്ങളെല്ലാം പോലീസിനോട് പറഞ്ഞപ്പോൾ പോലീസ് പറഞ്ഞത് ചിലപ്പോൾ അത് മുന്നേ അടക്കം ചെയ്ത വ്യക്തിയുടേതാകുമെന്നായിരുന്നു. പോലീസും ഈ കാര്യത്തെ അത്ര ഗൗനിച്ചില്ല എന്ന് വേണം പറയാൻ. അതിനിടയിൽ കല്ലറയ്ക്കുള്ളിൽ കിടക്കുന്ന ഈ ശരീരങ്ങളുടെ ഫോട്ടോ എടുത്ത് ഒരാൾ സമൂഹ മാധ്യമത്തിൽ ഒരു കുറിപ്പോടുകൂടി പോസ്റ്റ് ചെയ്തു. ഇത് മിനിറ്റുകൾ കൊണ്ട് വൈറലുമായി. പ്രത്യേക സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു അത്. ആ പോസ്റ്റ് കണ്ടപാടെ മാധ്യമപ്രവർത്തകർ ഉണ്ണിമിശിഹ പള്ളിയിലേക്ക് ഒഴുകിയെത്തി. കല്ലറ തുറന്ന് സത്യാവസ്ഥ അറിയണമെന്നും നാട്ടുകാർ പറഞ്ഞു. പിന്നീടുള്ള ദിവസങ്ങളിൽ കല്ലറയെ സംബന്ധിച്ച് പല കഥകളും പരക്കാൻ തുടങ്ങി. അങ്ങനെ 2 ദിവസത്തിന് ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് വൃദ്ധരായ 2 ദമ്പതികൾ എത്തി. ഒരു മിസ്സിംഗ് കേസിന്റെ കാര്യങ്ങൾ സംസാരിക്കാനായിരുന്നു അവർ വന്നത്. 2014 ആലപ്പാട്ടെ സ്കറിയയുടെ മകൻ സിജോ. 2 സഹോദരിമാരും അച്ഛനും അമ്മയ്ക്കും ഒപ്പമായിരുന്നു സിജോ താമസിച്ചത്. വിവാഹശേഷം ചില കാരണങ്ങളാൽ ചില പൊരുത്തക്കേടുകളാൽ സ്വന്തം വീട്ടിൽ നിന്നും ഭാര്യ വീട്ടിലേക്ക് സിജോ താമസം മാറി. അതിനുശേഷം സിജോ തന്റെ വീടുമായി യാതൊരുവിധ ബന്ധവും സൂക്ഷിച്ചില്ല. അയാൾ ആ മാതാപിതാക്കളെ ഒന്ന് വിളിക്കാനോ കാണാനോ ശ്രമിച്ചില്ല. സിജോയ്ക്ക് 2 സഹോദരിമാരായിരുന്നു ഉണ്ടായിരുന്നത്. ഒരാൾ വിദേശത്ത് ജോലി ചെയ്യുന്നു, മറ്റൊരാൾ ക്രിസ്തീയ മതപ്രകാരം സിസ്റ്ററായി ജീവിതമാർഗം സ്വീകരിച്ചു. 2020 ഒരിക്കൽ യാദൃശ്ചികമായി സിജോയുടെ മാതാപിതാക്കൾ അവന്റെ ഭാര്യയുടെ റിലേറ്റീവ്സിനെ കണ്ടു. അങ്ങനെ അവരുമായി സംസാരിച്ചപ്പോൾ തന്റെ മകന് സുഖമാണോ എന്ന് ആ മാതാപിതാക്കൾ അന്വേഷിച്ചു. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പേ സിജോ സ്വന്തം വീട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോയി എന്നായിരുന്നു ആ ബന്ധുക്കൾ പറഞ്ഞത്. അത് കേട്ടപ്പോൾ തന്നെ സിജോയുടെ മാതാപിതാക്കൾ നേരെ കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി രജിസ്റ്റർ ചെയ്തു. സിജോയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ സംശയം തോന്നിയ പോലീസ് അന്ന് വലിയൊരു ടീം തന്നെ ഫോം ചെയ്തു. ഈ ടീമുമായി കാര്യമായി തന്നെ അവർ അന്വേഷണം നടത്തി. അതിനിടയിൽ അജ്ഞാതമായി കണ്ടുപിടിച്ച പല മൃതദേഹങ്ങളും സിജോയുടെ ബന്ധുക്കളെ കൊണ്ട് തിരിച്ചറിയലും നടത്തി. ഒരു തുമ്പും ലഭിക്കാത്ത ഈ ഒരു കേസ് പിന്നീട് കോൾഡ് കേസായി മാറുകയായിരുന്നു. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ശ്മശാനത്തിൽ നിന്നും ദുരൂഹമായി ഒരു ശവശരീരം കണ്ടെത്തിയെന്ന് പറഞ്ഞതിനെ തുടർന്ന് ആ വൃദ്ധരായ മാതാപിതാക്കൾ കണ്ണൂർ ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് വീണ്ടും പരാതിയുമായി എത്തി. പിന്നീട് കാര്യങ്ങൾ വളരെ നന്നായി കൈവിട്ടു പോയതുകൊണ്ടായിരിക്കാം പോലീസ് ഈ കാര്യം കൃത്യമായി അന്വേഷിക്കാൻ ആരംഭിച്ചു. മൃതദേഹങ്ങളുടെ ചുരുളഴിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാധ്യമങ്ങൾ രംഗത്തെത്തി. 13-ാം തീയതി കണ്ട ഡെഡ് ബോഡി 24-ാം തീയതി വരെ അവിടെ തന്നെ കിടന്നു. ഒടുക്കം 24-ാം തീയതി അതിരാവിലെ
വാണിയമ്പാറ ഉണ്ണിമിശിഹ പള്ളിയിലേക്ക് ഒരു സംഘം തന്നെ എത്തി. ഫോറൻസിക് ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് ജീവനക്കാർ, കാണാതായ സിജോയുടെ അടുത്ത ബന്ധുക്കൾ, പള്ളിയിലെ കമ്മിറ്റിക്കാർ കൂടാതെ 4 പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെ സുരക്ഷക്കായും ഏൽപ്പിച്ചു. ആദ്യം തന്നെ പള്ളിയിലെ ശ്മശാനത്തിലേക്ക് ആരെയും കയറ്റാത്ത രീതിയിൽ തന്നെ ഒരു സുരക്ഷ ഒരുക്കി. അതിനുശേഷം കല്ലറ തുറക്കാനുള്ള നടപടികൾ തുടർന്നു. കൃത്യം 11 മണിയോടെ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു. കല്ലറ തുറന്ന് അതിനകത്തെ മുഴുവൻ സാധനങ്ങളും ഫോറൻസിക് ലാബിലേക്ക് അയക്കും. ഇതിനോടകം തന്നെ കാണാതായ സിജോയുടെ DNA സാമ്പിളുകൾ സിജോയുടെ പാരന്റ്സിൽ നിന്നും പോലീസ് ശേഖരിച്ചിരുന്നു. പള്ളിയിലെ ഫാദർ അപ്പോഴും ആ കുഴിമാടത്തിൽ 3 ശവശരീരങ്ങൾ ഉണ്ടെന്ന് തന്നെ തറപ്പിച്ചു പറഞ്ഞു. കല്ലറ തുറന്നപ്പോഴും ആ ഫോട്ടോയിൽ കണ്ടതുപോലെ തന്നെയായിരുന്നു ഉണ്ടായത്. ഒരു മാറ്റങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. മണിക്കൂറുകൾ നീണ്ട പരിശോധന ശേഷം പോലീസുകാർ മാധ്യമ പ്രവർത്തകർക്ക് മുന്നിലേക്ക് വന്നു. 2026 മരിച്ച മറിയാമ്മയുടെ ശവശരീരത്തിന് മുകളിൽ അർക്കപ്പൊടിയും മണലും നിറച്ച് മുകളിൽ ഒരു വെള്ളയും വിരിച്ചാണ് 2015 ജെയ്സന്റെ ശവശരീരം അടക്കം ചെയ്തത്. വീണ്ടും കല്ലറ തുറന്നപ്പോൾ ജെയ്സന്റെ ശവശരീരത്തിന്റെ ചില ഭാഗങ്ങൾ, അതായത് തലയോട്ടിയുടെ ഒരു കഷ്ണം, തുടയിലിന്റെ കഷ്ണം, കൈമുട്ടിന്റെ ഒരു കഷ്ണം എന്നിവയൊക്കെ ആ കല്ലറയ്ക്കകത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ തൊട്ടടുത്ത പ്ലാസ്റ്റിക് പായയിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ശരീരാവശിഷ്ടങ്ങളോ എല്ലുകളോ ഒന്നും തന്നെ കിട്ടിയില്ല. വളരെ കൃത്യമായി പറഞ്ഞാൽ 2006 അടക്കം ചെയ്ത മറിയാമ്മയുടെ ശരീരം 2015 അർക്കപ്പൊടിയും മണലുമിട്ട് മറവ് ചെയ്തപ്പോൾ അത് കൃത്യമായി ചെയ്യാത്തത് കൊണ്ടായിരിക്കാം അതിലുണ്ടായിരുന്ന പ്ലാസ്റ്റിക് പായ പുറത്തേക്ക് വന്നത് എന്നായിരുന്നു പോലീസിന്റെ നിഗമനം. ഇതിൽ പല ദുരൂഹതകളും സംശയങ്ങളും നിങ്ങൾക്ക് തോന്നാം. അതിൽ ഒന്നാമത്തെ കാര്യമാണ് പ്ലാസ്റ്റിക് പായയും കയറും. ഒരു ക്രിസ്തീയ വിശ്വാസ പ്രകാരം ഒരിക്കലും ഒരു ശവശരീരം മറവ് ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക് സാധനങ്ങൾ ഉപയോഗിക്കില്ല. എന്നാൽ ആ ഒരു ചോദ്യത്തിന് ഒരു അച്ഛൻ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞത് പായ വന്നതൊന്ന് പ്രായമായ അമ്മച്ചിയാണ്. അമ്മച്ചിക്ക് പെട്ടി കിടക്കുമ്പോൾ ഒരു ഹൈറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ അന്ന് അടക്കം അതിൻ്റെ ശുശ്രൂഷ ചെയ്തവർ അങ്ങനെ ഇത് വീട്ടിൽ നിന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടാകുമായിരിക്കും. ഇതൊന്നും പിന്നെ ആരും പിന്നെ ചകഞ്ഞ് നോക്കാൻ നിൽക്കുന്നില്ലല്ലോ. ദുരൂഹതകൾ തീർത്ത് ഈ കേസ് ക്ലോസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ജനങ്ങൾ നോക്കുന്നത് DNA റിപ്പോർട്ടിലേക്കാണ്. ഇനിയിപ്പോൾ DNA റിപ്പോർട്ടിൽ മൂന്നാമത്തെ ഒരു മൃതശരീരം അതിനകത്തില്ല എന്നാണെങ്കിൽ സിജോ എവിടെ പോയി? വർഷങ്ങളായി നിശബ്ദമായി അടഞ്ഞു കിടന്ന കല്ലറ തുറന്നു നോക്കിയപ്പോൾ അതിനകത്തു നിന്നും പുറത്തേക്ക് വന്നത് ആയിരക്കണക്കിന് ചോദ്യങ്ങളായിരുന്നു. ആ ചോദ്യങ്ങൾക്ക് എല്ലാം ഉത്തരം വേണമെങ്കിൽ DNA റിപ്പോർട്ട് വരണം. കല്ലറ നമ്പർ 38ന്റെ രഹസ്യം എന്താണ്? അതെല്ലാം അറിയണമെങ്കിൽ ഈ കേസ് അന്വേഷണം പൂർത്തിയാകണം. അതിനിടയിൽ കല്ലറ ഒന്ന് നവീകരിച്ചപ്പോൾ 23-ാം നമ്പർ കല്ലറ 38-ാം നമ്പർ ആയെന്നും 38-ാം നമ്പർ കല്ലറ 58-ാം നമ്പർ കല്ലറയായെന്നും ഒരു വാർത്തയുണ്ട്. എന്നാൽ കല്ലറയിൽ അടക്കുന്ന ഓരോ ശവശരീരങ്ങൾക്കും കൃത്യമായ ഡീറ്റെയിൽ പള്ളി എഴുതി വെച്ചിട്ടുണ്ട്. രേഖകളിലെ വിവരങ്ങളും യാഥാർത്ഥ്യവും തമ്മിൽ എന്തെങ്കിലും പൊരുത്തക്കേടുകളുണ്ടോ? അതോ ഈ കേസിൽ ഇനിയും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ കമന്റ് ബോക്സിൽ എഴുതുക. കുറ്റകൃത്യങ്ങളുടെ വേരുകൾ തേടിയുള്ള യാത്രയിൽ നിങ്ങൾക്കും എനിക്കൊപ്പം കൂടാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.